നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി എങ്ങനെയാ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. 1.5 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്നുപരിപ്പും 1/2 ടീസ്പൂൺ ഉലുവയും എടുത്ത് നന്നായി കഴുകി 6 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഇനി ഉഴുന്ന് കുതിർത്ത വെള്ളം അരയാൻ ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്ത് ഉഴുന്ന് ആദ്യം അരച്ചെടുക്കാം. ഉഴുന്ന് നല്ല പതഞ്ഞരയണം, അപ്പോഴാണ് ഇഡലി നല്ല സോഫ്റ്റ് ആവുക. അതിനുശേഷം പച്ചരി അരച്ചെടുക്കാം. ഇനി 1 കപ്പ് ചോറാണ് അരയ്ക്കുന്നത്. വെളുത്തരിയുടെ ചോറാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാട്ടോ. അപ്പൊ ഇഡലിക്ക് തൂവെള്ള നിറം കിട്ടും. അതിനുശേഷം എല്ലാം കൂടെ കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് 10-12 മണിക്കൂർ ഫെർമെന്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പൊ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 ദിവസം ദോശയ്ക്കുള്ളത് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം എണ്ണ പുരട്ടിയ ഇഡലിത്തട്ടിൽ കോരിയൊഴിച്ച് 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി ഇത് ചൂട് അല്പം ഒന്ന് കുറയുമ്പോൾ ഇഡലിത്തട്ടിൽ നിന്ന് ഇളക്കിയെടുക്കാം.